സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് പറയുമ്പോൾ ആ വളരെ ലാഘവത്തോടെയാണ് അത് കേട്ടിരിക്കുന്നത് ഭാരതീയര്. ആ സനാതനൻ എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത്തെ സനാതനൻ ഈ ഭൂമിയാണ്, ഈ ശിവനാണ്. ആ രണ്ടാമത്തെ സനാതനൻ എന്ന് പറഞ്ഞ ആള്, ആ നാമത്തിന്റെ അവകാശി മഹാവൈഷ്ണവ ശക്തിയാണ്. ഈ വൃക്ഷലോകമാണ്, സസ്യലോകമാണ്, ഈ വനമാണ്. ഉവ്വ. അതിൽ നിന്നും ജനിക്കുന്ന, അതിന്റെ അസ്തിത്വത്തിൽ നിന്നും ജനിക്കുന്ന, ആ നാഭിയിൽ നിന്നും ജനിക്കുന്ന ബ്രഹ്മശക്തിയാണ് മൂന്നാമത്തെ സനാതനൻ. അത് നമ്മൾ തന്നെയാണ്. ഉവ്വ. സനാതനി എന്ന് പറഞ്ഞാലോ ജലമാണ്, പരിശുദ്ധമായ ജലമാണ് ഒന്നാമത്തെ സ്ഥാനത്ത്. രണ്ടാമത്തെ സ്ഥാനത്ത് ആകാശമാണ്, സ്പേസ് ആണ്. ആ മൂന്നാമത്തെ സ്ഥാനത്ത് ലക്ഷ്മിയാണ്. ആ ആ ലക്ഷ്മിയിൽ തന്നെ സനാതനി എന്ന് പറയുമ്പോൾ ഒരു അഡീഷണൽ പാർട്ടും കൂടി കയറി വരുന്നുണ്ട്. ചെറിയ വൃക്ഷങ്ങളും ചെടികളും എല്ലാം അതിനകത്ത് വരും. അതായത് വിഷ്ണുവിന്റെ മോഹിനി ഭാവമായിട്ടുള്ള ചെടികളും കൂടി വരും ഈ സനാതനിയിൽ. അപ്പൊ ഈ വൃക്ഷങ്ങളെയും ചെടികളെയും ഈ ഭൂമിയെയും ഈ ആകാശത്തെയും ഈ അഗ്നിയുടെ എനർജിയെയും എല്ലാം നശിപ്പിക്കണം എന്ന് പറയുന്നതാണ് ഈ സനാതന ധർമ്മത്തെ നശിപ്പിക്കുക എന്ന് പറയുന്നതെന്ന് പറയാനുള്ള ആർജവും അറിവുമാണ് നമ്മുടെ ആളുകൾക്കുണ്ടാവേണ്ടത്. അതെ. അതല്ലാതെ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ 6 ശക്തികൾ, അതായത് ഈ സസ്യലോകവും ഈ അഗ്നിയും ഈ മണ്ണും ഈ ജലവും ഈ ആകാശവും ജന്തുലോകവും നിർവഹിക്കുന്ന പരസ്പര പൂരകങ്ങളായിട്ട് വർത്തിക്കുന്ന ആ ധർമ്മ വ്യവസ്ഥിതിയിലാണ് ഈ ജീവപ്രപഞ്ചം സാധ്യമാകുന്നത്. അതാണ് അതിനെ പാലിക്കുന്നവരും വൃക്ഷലോകത്താൽ അതിനെ പാലനം ചെയ്യിക്കുന്നവരും ജലത്തെ അയനം ചെയ്യിപ്പിക്കുന്നവരും ജലത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ വൃക്ഷലോകത്തെ സംരക്ഷിക്കുന്നവരുമായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ളവരാണ് സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ. ഈ ധർമ്മമാണ് ദൈവധർമ്മം. ഈ ധർമ്മമാണ് യഥാർത്ഥ തിയോളജിയുടെ പൊരുള്. ഇതാണ് വസ്തുത. ഇത് സയൻസ് ആണ്. ഇത് മോഡേൺ സയൻസ് ആണിത്. ഇതിനെ നശിപ്പിക്കുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എങ്ങനെ പറ്റും ഇത്? അതാണ് നാസ്തികവാദത്തിന്റെ ഏറ്റവും വലിയ പമ്പര വിഡ്ഢിത്തരം. ഒരു കാരണവശാലും നടത്താൻ പറ്റാത്തൊരു കാര്യമാണ് പറയുന്നത്. അതെ, നമ്മൾ ആർക്കും എതിരല്ല. അതായത് നാസ്തികവാദം എന്ന് പറഞ്ഞാൽ, നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്നത് എന്തോ അതാണ് നിരീശ്വരത്വം. ഈശ്വരത്വം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ ഏകുന്നത് എന്തോ അത് ഈശ്വരീയത്വം. ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്നത് എന്തോ അത് നിരീശ്വരത്വം. അപ്പൊ ഐശ്വര്യത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നിരീശ്വരവാദികൾക്ക് ഇത് തീർച്ചയായിട്ടും പറയാം. ഇതിനെ മുഴുവൻ ഭൂമിയെ നശിപ്പിക്കും, ഈ വെള്ളത്തെ നശിപ്പിക്കും, വൃക്ഷലോകത്തെ നശിപ്പിക്കും, വൃക്ഷലോകത്തിന്റെ ശ്രീഭാവമായിരിക്കുന്ന ദുർഗാഭാവത്തെ മുഴുവൻ നശിപ്പിക്കും, സ്പേസിനെ നശിപ്പിക്കും എന്ന് നാസ്തികവാദികൾക്ക് പറയാം. നിരീശ്വരവാദികൾക്ക് പറയാം. ഐശ്വര്യത്തെ കെടുത്തുന്നവർക്ക് പറയാം. അവരോട് തിരിച്ചു പറഞ്ഞു കൊടുക്കണം, അത് ഭസ്മാസുരന് വരം കൊടുത്ത പോലെയാകും, ഇത് നമ്മളെ തന്നെയാണ് നശിപ്പിക്കുള്ളൂ. ഇതാണ് ഭാരതത്തിന്റെ ദൈവ സങ്കല്പം. ഈ ദേവസങ്കല്പങ്ങളെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ സംരക്ഷണത്തിന്റെ പരമമായ അവസ്ഥയാണെന്ന് പറയാൻ ശേഷിയുള്ള ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയും ഇവിടെ ഇല്ല. അതാണ് പരമസത്യം മോഹൻജി. സങ്കടമാണ് ഇവിടുത്തെ അവസ്ഥകളെല്ലാം. ഈ മണ്ണ് ശിവനാണെന്നും ജലം പാർവതിയാണെന്നും വിഷ്ണു എന്ന് പറഞ്ഞ ഈ വൃക്ഷലോകമാണെന്നും ജന്തുലോകമാണ് ലക്ഷ്മി എന്നും ഈ സരസ്വതിക്ക് കാരണമായിരിക്കുന്ന ആകാശമാണ് നമ്മുടെ സ്പേസ് ആണ് ഈ സരസ്വതി എന്നും ബ്രഹ്മശക്തിയായിരിക്കുന്നത് നമ്മളുടെ ഈ അഗ്നിയാണെന്നും പറഞ്ഞു മനസ്സിലാക്കാനുള്ള ആചാര്യന്മാരാരും ഇല്ല. ഇതെല്ലാം മൺമറഞ്ഞു പോയി. മൂടി വെച്ച് എല്ലാം പോയാൽ. അതാണ് സത്യം. അത് പറ്റുപോയി. അതെ, ആരെ പറ്റിക്കാൻ വേണ്ടി ആര് മൂടി വെച്ചു? അത് ഇപ്പൊ ഈ നമ്മൾ ഈ ത്രേത സിദ്ധാന്തം റീഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് കാര്യമാണ് ചെയ്യുമെന്ന് പറയുന്നത്. ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് സനാതനത്തെ നശിപ്പിക്കുക എന്നുള്ളത്. അത് നശിപ്പിക്കുമെന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. സനാതനത്തെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും? സനാതന ധർമ്മം എന്താണെന്ന് അറിഞ്ഞാൽ സനാതന ധർമ്മമാണ് ലോകം മുഴുവൻ വേണ്ടത്. അത് ഭാരതത്തിന്റെ ഒരു മതധർമ്മമല്ല, മതമല്ല, അഭിപ്രായം എന്നാണ് അർത്ഥം മതത്തിന്. അഭിപ്രായമല്ല ഇത് അറിവാണ്, ഇത് ശാസ്ത്രമാണ്, ഇത് സയൻസ് ആണ്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ, മകര ജ്യോതിഷം എന്താണെന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തിയോളജി ഉണ്ടല്ലോ
അത് പൂർണ്ണ അർത്ഥത്തിൽ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം. 30 കോടി ചരാചരങ്ങളെയും പുനർസൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവശാസ്ത്ര നിലയമാണ് ക്ഷേത്രങ്ങൾ. ഇപ്പൊ മതത്തിന്റെ മതിൽക്കെട്ടല്ലത്, മതങ്ങൾക്ക് പ്രവേശനങ്ങൾ ഇല്ലാത്ത മതിൽക്കെട്ടായിട്ട് ക്ഷേത്രങ്ങൾ മാറി നിൽക്കണം. അതാണ് നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് അറിയേണ്ടത്. ക്ഷേത്രങ്ങളുടെ ഉണ്ടാകുന്ന കാലത്ത് മതം ഇല്ലല്ലോ. ഈ ദേവസ്വം ബോർഡും ചെയ്യേണ്ടതെന്നറിയോ? ദേവസ്വം ബോർഡ് ആദ്യം മാതൃക കാണിക്കണം. ദേവസ്വം ബോർഡിലെ ആളുകൾ ആദ്യം മാതൃക കാണിക്കണം. സർവ ജീവലോകത്തിനും പ്രവേശനമുള്ള, ജീവലോകത്തെ സംരക്ഷിക്കുന്ന, ഇടങ്ങളെ തീർക്കുന്ന ശാസ്ത്ര നിലയമായിട്ട് ക്ഷേത്രങ്ങൾ മാറണം. ശാസ്ത്രത്തിൽ വിശ്വസിക്കണം. വിശ്വാസികളാവണം ക്ഷേത്രത്തിൽ വരേണ്ടത്. അല്ലെങ്കിൽ അന്ധവിശ്വാസികളുടെ കൂടാരങ്ങളും അവിശ്വാസികളുടെ ഇടങ്ങളുമായിട്ട് ക്ഷേത്രങ്ങൾ അധപ്പതിച്ച് നിൽക്കും.